ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, എനിക്ക് 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തതിൽ സോറി. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് മൈഗ്രെയിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാണ്. കുറച്ച് ദിവസം പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുന്ന ഒരു പാടുകളുണ്ട് മാത്രമാണ് ആ ഇഷ്യൂ വരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 2 ദിവസമായി അത് ട്രിഗർ ചെയ്ത് നല്ലൊരു സിവിയറായി ഇന്നലെയും ഇന്നും എനിക്ക് ഈ ഗുളികയുടെ എഫക്റ്റിൽ നിൽക്കുന്നത് മാത്രമാണ്. ആ എഫക്റ്റ് തീരുമ്പോൾ വീണ്ടും ഈ സൈഡിൽ ആ മൈഗ്രെയിൻ തുടങ്ങുന്നത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാത്തത്. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതിന് ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാനത് സോറി പറയുന്നുണ്ട്. അതുകൂടാതെ ഞാനത് യൂട്യൂബിലും പ്രത്യേകിച്ച് എൻ്റെ ടെലിഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന് മുതൽ നമുക്ക് വരാവുന്ന വീഡിയോയ്ക്ക് 2 സെഷനായിട്ടായിരിക്കും വരുന്നത്. ഈ 2 സെഷനിൽ ഫസ്റ്റ് ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് നടന്നു, എന്തൊക്കെ പ്രധാനപ്പെട്ട ചില ന്യൂസുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ആ ന്യൂസുകളൊക്കെ വേറെ പല മാർഗങ്ങളിലും കിട്ടുന്നതുകൊണ്ട് എന്തൊക്കെ ഇന്നത്തെ മാർക്കറ്റിൽ നടന്നു, ഇത് വെച്ച് നാളത്തേക്കുള്ള ലെവൽ ട്രേഡിങ്ങും അതുകൂടാതെ ആക്ഷനബിൾ ട്രേഡ് പ്ലാൻസ് എന്തൊക്കെയാണ്, ഈ പ്രൊഫൈലിന് മുകളിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും, എവിടെ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്, എവിടെ എൻ്റർ ചെയ്താൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഒരു വെറ്റ് പ്ലാനുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓട്ടോഫ്ലോയുടെ ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് തരുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പ്രകാരമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വേർഷൻ മാർക്കറ്റ് പ്രൊഫൈൽ അപ്രോച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ചിലർ പറയാം, സാറേ അതിലും ലെവൽ ട്രേഡിങ്ങിനെ സാർ വരച്ച് കാണിക്കുന്നത്, പിന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ. പക്ഷെ അതിൽ കുറച്ചുകൂടി അഡ്വാൻസ് രീതിയിലുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഗോ ചാർട്ടിങ്ങിന്റെ ഹോളി ഓഫർ കഴിഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എന്റെ ഗോ ചാർട്ടിങ്ങിന്റെ സബ്സ്ക്രിപ്ഷൻ എന്റെ ഗ്രീറ്റിക്കൽ എന്ന് പറഞ്ഞ കോഡ് വഴി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എമൗണ്ട് കുറച്ച് അത് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഗോ ചാർട്ടിങ്ങിൻ്റെ അടുത്ത് പറയാൻ പറ്റും. സോ ഗോ ചാർട്ടിങ്ങിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ ഗോ ചാർട്ടിങ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക, ഗോ ചാർട്ടിങ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിന് കുറച്ചുകൂടി നല്ല റിലയബിൾ ആയിട്ടും അഡ്വാൻസ് ആയ രീതിയിൽ അതിനെ ആ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഒരു കാര്യം കൂടെയാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മെന്ററിങ്ങിന്റെ ബാച്ച് ഫസ്റ്റ് ക്ലാസ് ഈ വീക്കിൽ തുടങ്ങുകയാണ്. സോ മാർച്ച് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈല് ഓർഡർ ഫ്ലോയുടെയും വെൽ പാക്ഡ് ആയിട്ടുള്ള മെന്ററിങ് ബാച്ചാണ്. ഇതിനകത്ത് MCXന്റെ സപ്പോർട്ട് പ്ലാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കോഴ്സ് ഫീ റിക്കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാനും NSEയിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് ട്രേഡ് പഠിക്കാനും വേണ്ടിയിട്ടും നമുക്ക് ഏകദേശം പറഞ്ഞാൽ 10-15ഓളം ട്രേഡ് സെറ്റപ്പുകളുണ്ട്. ഞാൻ ഡെറൈവ് ചെയ്ത മാർക്കറ്റ് പ്രൊഫൈലിലെ ട്രേഡ് സെറ്റപ്പ്, ഓർഡർ ഫ്ലോ ട്രേഡ് സെറ്റപ്പ്, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം, ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള മെന്ററിംഗ് ബാച്ചാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിൽ ക്ലാസ്സുകളൊക്കെ വരുന്നത് നൈറ്റിലായിരിക്കും. ലൈവായിട്ട് മൺഡേ ടു തേഴ്സ്ഡേ നമ്മൾ ഒരുമിച്ച് ലൈവായിട്ട് ഗ്രൂപ്പിൽ സൂം മീറ്റിംഗ് നിന്ന് ട്രേഡ് ചെയ്യും. അപ്പം നമ്മൾ പഠിക്കും എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിക്കും. അതിൻ്റെ കൂടെ ക്ലാസ്സുകൾ വരുന്നത് നൈറ്റ് ആയിരിക്കും. വീക്കിലും വീക്കെൻഡ്സിലൊക്കെ നൈറ്റ് 9:30 ആയിരിക്കും ക്ലാസ്. അത് റെക്കോർഡ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അത് വീണ്ടും വാച്ച് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെയുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള മെന്ററിംഗ് ബാച്ചാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തമിഴിന് കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമുക്ക് നേരെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് പോവാം. സോ ഇന്ന് നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോടുകൂടി വന്നത്. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റില് ഇന്നലെ ഹോർമിസ് വഴി കൊടുക്കുമെന്നൊക്കെ ഇറാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇറാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് ഇറാനെ തിരിച്ച് ആ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോട് ഓപ്പൺ ചെയ്തു. അത് പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ 24,675 280 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ ഫ്രൈഡേയുടെ ലോ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറിയത്. ആ ഫ്രൈഡേയുടെ ഈ മൺഡേയുടെ ലോ പൊട്ടിയിട്ടാണ് അവൻ ഇന്ന് ഓപ്പൺ ചെയ്ത് താഴെ കയറി ഈ മൺഡേ പ്രൊഫൈലിലോട്ട് കയറാൻ ശ്രമിച്ചു. അവനെ സംബന്ധിച്ച് ഇന്നലത്തെ പ്രൊഫൈലിന്റെ വാല്യൂ ഏരിയ ലോ ആയ 23,867 കയറാനൊരു ശ്രമം നടത്തി. IPL-ലാണ് ഇനിഷ്യേറ്റീവ് മൂവ് തന്നത്. പക്ഷെ ആ ഇനിഷ്യേറ്റീവ് മൂവ് ഫെയിലായി. കാരണം ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയതുകൊണ്ട് എക്സ്പയറി പ്ലേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ ജെ പീരീഡിന്റെ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവായി അത് ടാർഗറ്റ് തന്ന കിടിലൻ ദിവസമായിരുന്നു. പലർക്കും ജെ പീരീഡ് ട്രേഡ് സെറ്റപ്പ് എന്താണ്, നമ്മുടെ മെന്ററിംഗ് ബാച്ചിലുള്ളവർക്ക് അറിയാം ജെ പീരീഡ് ട്രേഡ് സെറ്റപ്പ്. ആ ജെ പീരീഡിന്റെ ട്രേഡ് സെറ്റപ്പ് ട്രിഗറായി ടാർഗറ്റ് ഒന്ന് പ്രോഫിറ്റ് കൂടെ കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന് പൊതുവെ നിഫ്റ്റിയിൽ സംഭവിച്ചത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിലെ നാളേക്ക് ഒരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ
ഈ 23,763 മുകളിൽ പോയാൽ മാർക്കറ്റ് ഒന്ന് 23,867 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 23,982 എന്ന് പറഞ്ഞാൽ ഈ POC ഒരു മീൻ റിവേർഷൻ ട്രേഡ്സിന് പോസിബിൾ ആയ രീതിയിലേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ ട്രേഡ്സിനെ പറ്റി എങ്ങനെ ട്രേഡ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ആക്ഷൻ പ്ലാന്. നിഫ്റ്റി ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ്. 23,680 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ലോവർ ലെവൽ സ്ട്രക്ചറിന് താഴെ അവൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 640 എന്ന് പറഞ്ഞ ലെവലിന് താഴെ ക്ലോസ് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ഡേഞ്ചറസ് ക്ലോസിംഗാണ് നിൽക്കുന്നത്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. തിരിച്ച് വാല്യൂ നോർമൽ വേരിയേഷൻ അപ്പാണ്. വാല്യൂ ഏരിയയുടെ ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 23,690 ഭാഗത്താണ് POC. സോ ഞാൻ ആദ്യം ഒന്ന് എന്ത് മാറ്റിയിടാം, ആ POC ഒന്ന് മാറ്റി 23,690 ഭാഗത്തേക്ക് ഞാൻ ആ POC 23,691 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നു. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,550 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ലോവർ ലെവൽ സ്ട്രക്ചർ 560 അല്ലേ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോവർ ലെവൽ ആ 23,550 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അടിക്കുക. എത്രയാണ് 23,550 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അടിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞ എത്രയാണ് 23,500 ഭാഗത്തേക്ക് വരും. പഴയ സപ്പോർട്ടുകളൊക്കെ എടുക്കാൻ തുടങ്ങും കേട്ടോ. സെക്കൻഡ് ടാർഗറ്റ് 23,445 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,392 ഭാഗത്തേക്കും വരും. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് ടാർഗറ്റ്. അപ്പൊ 23,550 പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ ഞാൻ 23,867 മുകളിൽ, അതായത് ഞാൻ പറഞ്ഞു അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ബൈ ഇടൂ. 23,867 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,900 ഭാഗത്തേക്ക് 23,900 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഭാഗം 23,900 ഭാഗത്തേക്ക് ഒരു ഇമ്പോർട്ടന്റ് സസ്റ്റെയിൻ എടുക്കാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,950 ഭാഗത്ത് 23,948 23,948 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഒരു അപ്വേർഡ് മാർക്കായ 24,990 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു POC 24,990 അല്ല 23,990 ഭാഗത്തേക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും 24 പൊട്ടിയിട്ടില്ല. 23,990 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മളെ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, ഈ ഒരു വാല്യൂ ഏരിയ POCയുടെ ഭാഗത്തേക്ക്, ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക്, IPL വന്ന സെല്ലിങ്ങിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി സമയം 23,867 പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് കയറാനും അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 23,550 പൊട്ടിയാൽ ഈ പറഞ്ഞ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ 23,300 ഭാഗത്തേക്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അടുത്ത നമുക്ക് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് MTM ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഉൾപ്പെടുത്തുന്ന ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉള്ള ബാങ്കുകളൊക്കെ അവരുടെ ഫ്രെയിംവർക്കിലെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയത് കാരണം ബാങ്ക്സ് കുറച്ച് ദിവസം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ്. അതും ഞാൻ പറഞ്ഞു നിഫ്റ്റി ക്ലോസ് ചെയ്തതുപോലെ ബാങ്ക് നിഫ്റ്റി ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ്. കഴിഞ്ഞ ഈ മൺഡേയുടെ ലോവർ ലെവൽ സ്ട്രക്ചറിന് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ട് രീതിയിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ സോഫാർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ ഈ കൃത്യം ബാങ്ക് നിഫ്റ്റിയിൽ 55,700 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 56,020 ഭാഗത്തും അതിന് മുകളിൽ 56,260 പറഞ്ഞ ഈ സിംഗിൾ പ്രിന്റും ഈ പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റും ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പീരീഡ് ട്രേഡ് സെറ്റ് അവിടെ ആക്റ്റീവ് ആവുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 56,695 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി എത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹെവി മൂവ്മെന്റ് ഷോർട്ട് കവറിൽ വന്ന് ഈ 5620 ഭാഗത്തേക്കും അവിടെ 56,200 316 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേയാണ് ബാങ്ക് നിഫ്റ്റി. പക്ഷെ ക്ലോസിംഗ് അല്ല POCയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 55,250 POC. ഞാൻ ആദ്യം ഒന്ന് POC മാറ്റി വെക്കാം. 55,250 ബാങ്ക് നിഫ്റ്റിയുടെ POC. ഞാൻ അത് വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 54,750 താഴെ മാത്രമേ ഞാൻ ഇത് സെല്ലിംഗ് ഉള്ളൂ. കാരണം 54,750 താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിംഗ് ഉള്ളൂ. ഈ സെല്ലിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങോട്ട് പോകും നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിവിടെ ഈ ഒരു ഭാഗം, അതായത് കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസത്തെ ഭാഗത്തിന്റെ 54,750 പൊട്ടിയാൽ സെല്ലിംഗ് എടുക്കാം. ഫസ്റ്റ് എവിടെ വരും? 747 പൊട്ടും സെല്ലിംഗ്. ഫസ്റ്റ് ഇവിടെ വരുന്നത് 54,600 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 54,600 ഭാഗത്തേക്ക് വരാം. പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ്.
അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അടുത്ത വരുന്ന 54,446 എന്ന് പറഞ്ഞ ഒരു ലോവർ ലെവൽ സ്ട്രക്ചർ, അവിടെ ഒരു എക്സസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 54,446ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 54,300ന്റെ ഭാഗത്തേക്ക്, എത്രയാണ് 54,300ന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ വേറൊരു ട്രേഡ് സെറ്റ് ഇവിടെ ഓപ്പൺ ആണ്. 54,000 താഴെ പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ POC 54,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC 9th സെപ്റ്റംബറിന്റെ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ സിംഗിൾ പ്രിന്റ് സപ്പോർട്ട് പൊട്ടി താഴെ നിൽക്കുകയാണ്. 54,740 പൊട്ടുകയാണെങ്കിൽ ഈ 54,770 പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക് ടെസ്റ്റ് ഈ ഒരു POC ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അപ്സൈഡിലെ ലെവൽസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബൈയിങ് എടുക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ 55,695 മുകളിൽ 55,695 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് 55,800ന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് എത്രയാണ്? 55,850 ഭാഗത്തേക്ക് പോകും. സെക്കൻഡ് ടാർഗറ്റ് 56,000ന്റെ ഭാഗത്തേക്ക്, എത്ര 56,000 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് പോകും. തേർഡ് ടാർഗറ്റ് അതിന് മുകളിൽ 56,148 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിന്റിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ 56,148ന്റെ ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 55,695 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഈ ബൈ ഈ പറഞ്ഞ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്കുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട്. നാളെ ബാങ്ക് നിഫ്റ്റിക്ക് 55,695 മുകളിൽ ഈ ഒരു POCയും ഈ സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാം. ഇല്ല 54,740 താഴെ ഞാൻ പറഞ്ഞ 54,170 എന്ന് പറഞ്ഞ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് രണ്ട് ട്രേഡ് സെറ്റപ്പ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പ് കഴിഞ്ഞ മൺഡേയുടെ ലോവർ സ്ട്രക്ചർ പൊട്ടിയിട്ടില്ല. സോ ഇന്ന് അവൻ നോർമൽ വേരിയേഷൻ സ്ട്രോങ് അപ്പ്, നല്ലൊരു അപ്ഡേ ആണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ഗ്യാപ്പ് സെയിം റേഞ്ച് ഓപ്പൺ ഓപ്ഷൻ OR ഒക്കെ ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC 12,978ന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് POC ഒന്ന് കൊണ്ടുപോകാം. 12,978ന്റെ ഭാഗത്തേക്ക് ആ 79ന്റെ ഭാഗത്തേക്ക് ആ POC ഞാനൊന്ന് കൊണ്ടുവന്നു. നമ്മളെ സംബന്ധിച്ച് ഇനി ഞാൻ സെല്ല് മാർക്കറ്റ് നിൽക്കുന്നത് 12,820 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ, ഇതാണ് 12,820 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അത് ഫസ്റ്റ് ഈ 770യുടെ ഭാഗത്തേക്ക് വരും. എത്രയാണ്? 12,770 12,770ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,725 12,725ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,660 12,660ന്റെ ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും പോവില്ല. ഇന്നത്തെ പ്രൊഫൈലിന്റെ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും വളരെയധികം കൂടുതൽ കാണുന്നത്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് 13,055 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. 13,055 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം മിഡ് ക്യാപ്പിൽ. സോ ആ ബൈ എങ്ങോട്ട് പോവാം? സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു POC ആയ 13,095ന്റെ ഭാഗത്തേക്ക് 6 എന്ന് പറയുമ്പോൾ 13,095 ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വരാം. സെക്കൻഡ് 13,140 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 13,145യുടെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ R3 എന്ന് പറയുന്നത് എവിടെയാണ്? R3 എവിടെ വരാം? അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ 13,000 R3 എന്ന് പറയുന്നത് R3 13,190 13,190യുടെ ഭാഗത്തേക്കും വരെ. ഇതായിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മിഡ് ക്യാപ്പ് ഒരിടത്തും പോയിട്ടില്ല. സോ ഇതായിരിക്കും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ. ഇത് നാളത്തെ ട്രേഡ് സെറ്റപ്പ് ഒന്ന് പറഞ്ഞേക്കാം. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,095 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 13,186 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല 12,903 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 12,820 അതിന് താഴെ ഈ നമ്മുടെ 12,700 വരെ വരെയുള്ള ഫില്ലിയുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 55,695 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയും അതിന് മുകളിൽ സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാം. ഇല്ല 55,740 താഴെ ക്ലോസ് ചെയ്യുന്നു, 54,740ക്ക് താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 54,170 എന്ന് പറഞ്ഞാൽ ഒരു 9th സെപ്റ്റംബറിന്റെ POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൽ സെറ്റും പോസിബിൾ ആണ്. ഇനി നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി എന്താണ്? ഡേഞ്ചറസ് ക്ലോസിംഗ് ആണ്. 23,867 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്കും അതിന് മുകളിൽ ഈ ഒരു വാല്യൂയുടെ ഭാഗത്തേക്കും വരാം. ഇല്ല ഇന്നത്തെ ലോവർ സ്ട്രക്ചർ പൊട്ടുകയാണെങ്കിൽ നമ്മൾ 23,300 എന്ന് പറഞ്ഞാൽ പഴയ 17th ഏപ്രിലിലെ POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൽ ടെസ്റ്റ്
ട്രേഡ് സെറ്റപ്പും നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിബിൾ ആണ്. സോ ഇതായിരിക്കും നമ്മുടെ വീഡിയോ ഫോമാറ്റ്. പിന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ബെൻഡറിംഗ് ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ള വേഗം സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. സീറ്റ് ഫിനിഷായി, അടുത്ത ബാച്ചിൽ കയറാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.